നമ്മളിപ്പോൾ മധ്യപ്രദേശിലാണുള്ളത്. മെയിൻ ഹൈവേകളിൽ പോലും റോഡുകളിലാണ് പശുക്കളും പട്ടികളും എല്ലാം കടന്നിറങ്ങുന്നത്. വണ്ടികളൊക്കെ സൈഡാക്കി പൊയ്ക്കോണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും ഇവിടെ ഇപ്പോൾ ഭയങ്കര ആഘോഷങ്ങൾ നടക്കുകയാണ്. എങ്ങോട്ട് നോക്കിയാലും ഘോഷയാത്രകളും ലൈറ്റും സ്റ്റേജുകളും ഒക്കെയാണ്. ഓരോ 200 മീറ്റർ കഴിയും തോറും റോഡ് സൈഡിലും വണ്ടികളിലും ഒക്കെ ഓരോ സ്റ്റേജുകളാണ്. എന്തായാലും നമ്മൾ അധികം കണ്ടു ശീലിച്ചിട്ടില്ലാത്ത കാഴ്ചകളായിരുന്നു ഇതെല്ലാം. അത്യാവശ്യം ലേറ്റ് ആയായിരുന്നു. ഇനിയിപ്പോൾ കുട്ടികളെയും കൊണ്ട് അധികം ദൂരെ യാത്ര ചെയ്യാൻ പറ്റിയ സേഫായ സ്ഥലങ്ങളാണിതെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്റ്റേയും നമുക്ക് കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഹോട്ടൽ തന്നെയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. രാവിലെ എണീറ്റപ്പോഴാണ് കുട്ടികൾ റൂമിന് നേരെ താഴെയുള്ള പാർക്ക് കണ്ടത്. പിന്നെ അവിടെ പോകാതെ ഇനിയിപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാൻ സാധിക്കത്തില്ല. പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് പോകുവാണ്. ഇന്നലത്തെ ആഘോഷങ്ങളുടെ ബാക്കിയായിട്ട് ഒരു ലോറി മറിഞ്ഞ് കിടക്കുന്നതെന്ന് കണ്ടില്ലേ. പരിപാടികളൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വണ്ടിയിലാക്കി ആളുകൾ തിരിച്ചു പോവുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ റിവേഴ്സ് ഗിയർ വീഴാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഹൈദരാബാദ് എത്തിയാലേ നമുക്ക് ഷോറൂമിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് പിള്ളേർ നല്ല വിശപ്പൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് റോഡ് സൈഡിൽ കണ്ട പെട്ടിക്കടയിൽ നിന്ന് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഡിജിറ്റൽ ഇന്ത്യ ആയതുകൊണ്ട് എല്ലായിടത്തും സ്കാനർ ഉണ്ടായിരുന്നു. അത് നല്ലൊരു സൗകര്യമായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിയാണ് റോഡിൽ എന്തോ ഉണക്കാൻ ഇട്ടേക്കുന്നത് കണ്ടത്. നേരെ ചെന്ന് നോക്കിയപ്പോഴാണ് അത് ചോളാണെന്ന് മനസ്സിലായത്. നമുക്ക് കിട്ടുന്ന ചോളം പുട്ടുപൊടിയും അതുപോലെ കോൺഫ്ലവറും എല്ലാം ഇങ്ങനെ വരുന്നതായിരിക്കും അല്ലേ. അങ്ങനെ പോകുന്ന വഴിയാണ് ഒറ്റ കൈ കൊണ്ട് സൈക്കിൾ ചവിട്ടി ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്യുന്ന ഒരു തമിഴ്നാട് സ്വദേശിയെ പരിചയപ്പെട്ടത്. പിന്നെ ഒന്നിച്ചൊരു ചായയൊക്കെ കുടിച്ച് സംസാരിച്ചാണ് ഞങ്ങൾ പിരിഞ്ഞത്. അങ്ങനെ ഹൈദരാബാദ് എത്തിയിട്ടുണ്ട്. വണ്ടി ഷോറൂമിൽ കാണിച്ചു. റിവേഴ്സ് ഗിയർ റെഡി ആവാൻ വേണ്ടിയിട്ട് 2 ദിവസം വണ്ടി ഇവിടെ വെക്കണം എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള ടൈം നമുക്കുണ്ടായിരുന്നില്ല. പിന്നെ ഫോഴ്സ്ഫുള്ളി റിവേഴ്സ് ഇടാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരാമെന്ന് വിചാരിച്ചു. ഹൈദരാബാദിലാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. രാവിലെ വണ്ടി എടുക്കാൻ നോക്കിയിട്ട് റിവേഴ്സ് ഗിയർ എത്ര ശ്രമിച്ചിട്ടും വീഴുന്നില്ല. പിന്നെ വണ്ടി തള്ളിയാണ് റിവേഴ്സ് എടുത്തത്. നാട്ടിലെത്താൻ ഇനി ഒരു 2-3 ദിവസം കൂടി ഉണ്ട്. അതുവരെ നമ്മൾ റിവേഴ്സ് ഗിയർ ഇല്ലാതെ വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുത്ത ദിവസം ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ വീട് ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു ദിവസം ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ നാട്ടിലോട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.